നജീബ്, താങ്കൾ LED സ്ക്രീനിലേക്ക് നോക്കിയാൽ താങ്കൾക്ക് ഒരു ഫോട്ടോ കാണാൻ സാധിക്കും. നോക്കൂ, ഈ ഫോട്ടോ നോക്കൂ. ജീവിതത്തിൽ താങ്കളോട് മാത്രമേ ഇയാൾ സംസാരിച്ചിട്ടുള്ളൂ. ആളുടെ പേര് ഫാത്തിമ എന്നാണ്. ശരിയാണോ? ശരിയാണ്. എവിടെയുള്ള ആളാണിത്? എന്റെ പെങ്ങളാണ്. താങ്കളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? അതെ. അതെന്താ അങ്ങനെ ഒരു സംഭവം? എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ഞാനാണ് പിന്നെ കൂടുതൽ പിന്നെ ഉമ്മ ചെറുപ്പത്തിലേക്ക് മരിച്ചുപോയി. പിന്നെ ഞങ്ങള് പിന്നെ ഞാനതിനെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞാനാണ് ഇതിനെ എടുത്ത് കഴിക്കുന്നതും. എന്റെ ജ്യേഷ്ഠത്തിയുണ്ട്. അങ്ങനെ കൂടുതലും സമയം എനിക്ക് പൊക്കാൻ. എന്താ പറ്റിയ അയാൾക്ക്? പ്രസവിച്ച അന്ന് മുതൽ ഒറ്റ കിടപ്പാ. 7ാമത്തെ ഇല്ല എണീറ്റിട്ടില്ല. സൂര്യപ്രകാശം സംസാരിക്കത്തുമില്ല. താങ്കളോട് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ? പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നേ ഉള്ളൂ, അല്ലാതെ സംസാരിക്കത്തില്ല. പിന്നെ ഞാൻ അവിടോട്ട് ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും എൻ്റെ അടുത്ത്. എനിക്ക് തന്നില്ല, പിന്നെ ഇക്കാന്നൊക്കെ വിളിക്കും. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അവസ്ഥ എന്തുവാ? ഇയാളുടെ മരിച്ചുപോയി. ഓക്കെ. 55ാമത്തെ വയസ്സിൽ മരിച്ചു. 55ാമത്തെ വയസ്സ്. താങ്കൾ ഈ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് ശേഷം ഇന്ത്യയിൽ എത്തിയപ്പോഴേ ഈ താങ്കൾ ജീവന തുല്യം സ്നേഹിച്ച കുറച്ച് ആടുകൾ ഉണ്ടായിരുന്നില്ല, നമ്മള് മണൽ ഉപേക്ഷിച്ചു പോകുന്ന ആടുകൾ, അവയെ ഓർക്കാറുണ്ടായിരുന്നു? ആ ആടിപ്പോ എന്തായി ഏതായെന്നൊക്കെ ഉള്ള ചിന്തേനെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ അന്നേരം അതിനെ അടച്ചിട്ടിട്ട് ആ ഡോറും അടച്ചിട്ടിട്ടാ ഞാൻ ഓടിയത്. അതിപ്പോ എന്തായി ഏതായെന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിൽ എപ്പോഴും ഉണ്ട്, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ ആടിനെ അവിടെ വളർത്തുന്നത് എന്തിനാ? അവരുടെ ബിസിനസ് അത്, വിൽപ്പനയാ. ഇത് ഇറക്കാൻ വേണ്ടിയാണോ? അതെ, ഇറച്ചിക്ക് വേണ്ടിയാണ്. ഓ അത് ശരി. അപ്പൊ ഇത് എത്ര കാലമാകുമ്പോ? പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇപ്പൊ നമ്മള് പ്രസവിച്ച് ആണാട്ടുകുട്ടിയില്ലേ, ഒരു മാസമൊക്കെ ആകുമ്പോ അതിന്റെ മണിയങ്ങ് എത്തിക്കളഞ്ഞിട്ട് ഒരു സ്പ്രേ അടിക്കും. അത് കീന്നുമ്പോൾ കരച്ചിൽ കരഞ്ഞ് അതങ്ങ് പോകും. പെട്ടെന്ന് അവനെ വളർന്നു കയറുന്നത്. അത് ഞാൻ ആ കാലിങ്ങനെ പൊക്കി കൊടുക്കുന്ന അയാളൊരു ഇട്ട കട്ടിക്കല്. വിഷമാ. അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ? അവരുടെ ഇതൊരു ബിസിനസ്. ഇതിന് പെട്ടെന്ന് വളരും. പിന്നെ ഈ 2.5 കൊല്ലം ഈ അവിടെ ഈ മണൽത്തരി പോലെ ഒരു വിലയില്ലാതെ അവിടെ കിടന്നു. ഇതിനിടയിൽ എന്തെങ്കിലും സന്തോഷകരമായ ഒരു കാര്യം സംഭവിച്ചോ ജീവിതത്തില്? ഒന്നും സംഭവിച്ചില്ല. ദൈവദൂതനെ പോലെ അദ്ദേഹം വന്നല്ലാതെ വേറെ എനിക്ക് ഒരു സന്തോഷം കിട്ടിയിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റേ മനുഷ്യനെ പോലെ എപ്പോഴെങ്കിലും പെരുമാറിയോ? ഒരിക്കലും പെരുമാറിയിട്ടില്ല. പെരുമാറണമെങ്കിൽ എനിക്കൊരു കത്ത് അയക്കാനോ എനിക്ക് എന്തെങ്കിലും ഇച്ചിരി പൈസ കാണണം, അതാണ് എന്റെ വലിയ പെരുമാറ്റം. ഇങ്ങനെയൊക്കെ ഒരു പ്രശസ്തി ഉണ്ടാവും താങ്കൾ ജീവിതത്തിൽ വിചാരിച്ചായിരുന്നു? ഇല്ല. ഒരുപക്ഷെ ഇനി ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴേ എന്തെല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. സംഭവിക്കട്ടെ. നജീബ്, താങ്കൾ ബഹ്റൈനിൽ ജോലി ചെയ്യുന്ന സമയത്ത് US നേവി ഉദ്യോഗസ്ഥർ താങ്കളുടെ തലക്ക് നേരെ ഒരു തോക്ക് ചൂണ്ടിയിരുന്നു. അത് എന്തിനായിരുന്നു? എന്റെ ജോലി ഇരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് 2-3 പൊതിയിരുന്നു. ഞാൻ ഈ സാധനം വിളിച്ചോണ്ട്. അതെ. അപ്പോഴ് പൊതിയിരുന്ന കണ്ടുകൊണ്ട് ഇവര് എന്തോ മറ്റേ ബോംബ വല്ലതും ആണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ തോക്കും കൊണ്ട് എന്റെ തലയുടെ കല നോക്കിക്കൊണ്ടിരുന്നു. ഫുഡായിരുന്നത്. ഫുഡ് ഇങ്ങനെ ഇത് കണ്ടോണ്ട് അവർക്ക് അങ്ങനെയുള്ള സംശയങ്ങളാ പെട്ടെന്ന് വരുന്നത്. എന്നിട്ട് അത് കാണിച്ചത് ചെറിയ തോക്ക് അത് വെച്ച് പറഞ്ഞതിനെ പൊട്ടിച്ചപ്പോ എന്താ ഭക്ഷണത്തിന്റെ ഫുഡാ. അത് തെറിച്ച് ഭക്ഷണം തെറിച്ചങ്ങ് പോയി. വെടിവെച്ച്. ഭക്ഷണമായിരുന്നു. എന്റെ അമ്മ.